വെങ്ങോല സേവാഭാരതിയും ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും സംയുക്തമായി ജൻധൻ അക്കൗണ്ട് മേള സംഘടിപ്പിച്ചു. വെങ്ങോല സേവാഭാരതിയും ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും സംയുക്തമായി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ജൻധൻ അക്കൗണ്ട് മേള സംഘടിപ്പിച്ചു. വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അംഗമാക്കുകയും ചെയ്തു. വെങ്ങോല ബദനി സേവാഭാരതി കാര്യാലയത്തിൽ വെച്ച് നടന്ന മേള ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ബി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ വിജയ ജനകീയ പദ്ധതിയായ ജൻധൻ അക്കൗണ്ട് മേള ഇന്ന് രാവിലെ 10:30 പെരുമ്പാവൂർ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ബി വിജയകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നൂറുകണക്കിന് ആളുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. നല്ലൊരു വൻ വിജയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിലേക്ക് എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ ഇതിൽ അംഗമായിക്കൊണ്ടിരിക്കുകയാണ്. വെങ്ങോല സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി ബിപിൻ കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് KR അധ്യക്ഷത വഹിച്ചു. ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു നാരായൺ, ജില്ലാ സംഘടനാ സെക്രട്ടറി സജീവൻ എന്നിവർ ആശംസകൾ നേർന്നു. വെങ്ങോല യൂണിറ്റ് ഖജാൻജി VK ധനിൽ നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന അക്കൗണ്ട് മേളയിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ 135 പേർ അംഗമാവുകയും കേന്ദ്ര സർക്കാരിന്റെ ബാങ്കുകൾ വഴിയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ, SBI FI റീജിയണൽ മാനേജർ പ്രതിഭ സേവനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. വെങ്ങോല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അശ്വതി മോഹൻ, ജോയിന്റ് സെക്രട്ടറിമാരായ മിനിമോൾ പ്രകാശ്, അഭിലാഷ് സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ സുനജ സതീഷ്, ശ്രുതി വിഷ്ണു, ശ്രീരാജ്, AK രവി ബദനി എന്നിവർ നേതൃത്വം നൽകി. വെങ്ങോല സേവാഭാരതിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ജൻധൻ അക്കൗണ്ട് മേളയാണ് ഇവിടെ സേവാഭാരതിയുടെ കാര്യാലയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 100ഓളം രജിസ്ട്രേഷൻ നടന്നു. ഇപ്പോഴും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സഹായമായിട്ട് നിന്ന എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും, സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.